എല്ലാവർക്കും നമസ്കാരം. Q&A ഒത്തിരി ചോദ്യങ്ങളുണ്ട്, എന്നാൽ അതിൽ നിന്ന് കുറച്ച് മാത്രം ഉത്തരങ്ങൾ നൽകാം. ആത്മസാക്ഷാത്കാരത്തിന് എപ്പോഴും ഒരു ചോദ്യവും ഒരു ഉത്തരവും കൊണ്ട് മാത്രം ബലമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ അലട്ടുന്ന ചില ചോദ്യങ്ങൾ അതിനുള്ള മറുപടി നൽകാം. അദ്ദേഹം ചോദിക്കുന്നത്, ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കുന്നവർ കുറേ ആശ്രമങ്ങൾ അദ്ദേഹം വിസിറ്റ് ചെയ്തു. ആശ്രമങ്ങളിൽ വിസിറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ അവിടെയുള്ള സന്യാസിമാരെയും സന്യാസിനികളെയും കാണുമ്പോൾ അവരുടെ മുഖത്തൊരു നിരാശ ഫീൽ ചെയ്യുന്നു. ഒരു ചിരിക്കുന്ന പോലുമില്ല. അവർ ആരുടെ മുഖത്തോട്ട് നോക്കുന്നില്ല, ചിരിക്കുന്നില്ല. അതെന്താണ്? അവരെന്തെങ്കിലും ഒരു നിരാശയിൽ ഇങ്ങനെ തിരഞ്ഞെടുത്തതാണോ എന്ന് നോക്കൂ. നിങ്ങൾ എന്നെ കണ്ടിട്ട് ഞാൻ നിങ്ങളോട് ചിരിച്ചായിരിക്കും സംസാരിക്കുന്നത്, ഞാൻ നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറിയെന്നിരിക്കും. ഇതൊന്നും കണ്ടിട്ട് ആധ്യാത്മികത ഇങ്ങനെയാണെന്നൊന്നും വിചാരിക്കരുത്. ഞാനൊക്കെ കാണിക്കുന്ന വെറും ഒരു ഡ്രാമയാണ്. എൻ്റെ ഒപ്പം നിങ്ങൾ നിന്നാലേ അറിയുള്ളൂ. ഞാനും അവരെ പോലാണ്. നിങ്ങളോട് ഇടപെടാൻ വേണ്ടി അല്ലെ നിങ്ങൾ ഈ രീതിയിൽ തെറ്റിദ്ധരിക്കും, എന്തെങ്കിലും ഒരു നിരാശയിലാണെന്നുള്ളത്. നിങ്ങൾക്കെല്ലാം വേണ്ടത് പോസിറ്റിവിറ്റിയാണ്. ഈ പോസിറ്റിവിറ്റിക്കൊന്നും വേണ്ടിയല്ല ആരും ആധ്യാത്മികതയിലേക്ക് ഇറങ്ങുന്നത്. അത് ജീവമുക്തനാവാൻ വേണ്ടിയിട്ടാണ്. ജീവമുക്തതയിലേക്ക് പോകണമെങ്കിൽ സർവ്വവികാരങ്ങളെ ഒതുക്കിയേ പറ്റുള്ളൂ. അതിപ്പോൾ ഒരാളെ നോക്കി ചിരിക്കുന്നതാണെങ്കിൽ പോലും അതും ഉള്ളിൽ നിന്നൊരു പ്രയത്നത കൊണ്ടുണ്ടാവുന്നതാണ്. അതൊരു ആകാംക്ഷയാണ്. അതിനെയും ഒതുക്കാൻ പഠിച്ചേ പറ്റുള്ളൂ. അവർക്ക് ഒരു സുന്ദരൻ അല്ലെങ്കിൽ ഒരു സുന്ദരി അവർ നോക്കുന്ന ചിരിച്ചേക്ക് അങ്ങനെയൊന്നും ഇല്ല. അതും ഒരു ആകാംക്ഷയുടെ പുറത്തുണ്ടാവുന്നതാണ്. അതെല്ലാം ഒതുക്കിയാലേ പറ്റുള്ളൂ ജീവമുക്തതയിലേക്ക് പോകാനായിട്ട്. വൈരാഗ്യം കൃപയാൽ കിട്ടേണ്ടതാണ്, എന്നാൽ തീവ്രമാവാൻ ഒരാൾക്ക് ശ്രമം കൊണ്ട് സാധിക്കുന്നതുമാണ്. അതിനു വേണ്ടിയിട്ടാണ് അവരങ്ങനെ സഞ്ചരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചൊന്നും ആധ്യാത്മികതയിൽ ഉയരാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ചിന്താരീതി, ഇങ്ങനെയുള്ള ജഡ്ജ്മെൻ്റ് കൊണ്ടൊക്കെ അതൊക്കെ വിട്ടുകളയാൻ മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഗുരുജി എപ്പോഴാണ് കുംഭമേളയ്ക്ക് വരുന്നതെന്ന്. കുംഭമേളയ്ക്ക് ഞാൻ പങ്കെടുക്കുന്നില്ല. എന്നെയും ക്ഷണിക്കുന്നവരുണ്ട്, വരൂ ഒപ്പം ചെല്ലുമെന്ന് ചോദിച്ചുകൊണ്ട്. പങ്കെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മളായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഞാനവിടെ വരുന്നില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അതിനാൽ. പിന്നെ ഇപ്പം കുംഭമേളയ്ക്കാവട്ടെ നിങ്ങൾ പല രീതിയിലും എപ്പോഴാണ് കാശിക്ക് കൊണ്ടുപോകുന്നത്, കൈലാസത്തിലേക്ക് കൊണ്ടുപോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഗുരുജി എപ്പോഴാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്, അങ്ങനെ യാത്രയുണ്ടോ എന്നൊക്കെ. നമ്മൾ പോകുന്ന ചില സ്ഥലങ്ങളുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും യാത്രകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതിലൊന്നും പോകാറില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ പങ്കെടുക്കുന്നില്ല. അതേപോലെ തന്നെ വേദവും ഉപനിഷത്തും ഒക്കെ വായിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, അത് ഗുണം ചെയ്യുമോ, അതിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. നോക്കൂ, ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തെ മാത്രം ഉൾക്കൊള്ളുക എന്നുള്ളത്. എന്നാൽ അനുഭവമൊക്കെ നിങ്ങൾക്ക് സാധനയിലൂടെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ സാധനയിൽ നിങ്ങളുടെ കിട്ടിയ എനർജി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലത് നല്ല സത്സംഗമാണ്. നമ്മൾ ഈ കാണുന്ന യൂട്യൂബും ഫേസ്ബുക്കും സംസാരം എല്ലാം ഒരു സത്സംഗമാണ്. എവിടെയും പോയി ഇരിക്കുന്നത് മാത്രമല്ല സത്സംഗം. ശുദ്ധ ചിന്തകളും ശുദ്ധ വിചാരങ്ങളും സംഭവിക്കേണ്ട സത്സംഗത്തിലാണ്. എന്നാൽ മാത്രമേ നമ്മുടെ എനർജി എപ്പോഴും പ്യുവറായി നിൽക്കുള്ളൂ, ആ പരിശുദ്ധിയിൽ നിൽക്കുള്ളൂ. അപ്പം അതിനായിട്ട് നമുക്കെപ്പോഴും വേദവും ഉപനിഷത്തും ഒക്കെ നമ്മളെ സഹായിക്കും നല്ല ചിന്തകൾ കൊണ്ടുവരാൻ. പിന്നെ ഇതിലെല്ലാം വലിയ യാഥാർത്ഥ്യവും സത്യമുണ്ട്. ഞാൻ ബ്രഹ്മസൂത്രമോ അല്ലെങ്കിൽ ഉപനിഷത്തോ ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലൊരു ബ്രഹ്മസൂത്രം ഇരിപ്പുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കയ്യിൽ വെക്കുന്നുമുണ്ട്. ഞാൻ നിങ്ങളോട് അഭിമാനത്തോട് പറയും, നിങ്ങളിത് വായിക്കണം എന്നുള്ളത്. സാധനയോടുകൂടി വായിക്കണം. ഗുരുജിക്ക് ഒരിക്കലും ഇതാരും റെക്കമെൻഡ് ചെയ്തിട്ട് വായിച്ചതോ അങ്ങനെയല്ല. എൻ്റെ ജീവിതാനുഭവങ്ങളിൽ കടന്നു പോകുമ്പോൾ ഇതേപോലൊരു കടയിൽ ഈ ബുക്കൊന്നും ഇരിക്കുന്നത് കണ്ടപ്പം തന്നെ എൻ്റെ കണ്ണീന്ന് ഒഴുകി തന്നെ. ഒരു ചിന്തകളില്ലാതെ കണ്ണീന്ന് ഒഴുകി. അപ്പം ശങ്കരൻ അനുഭവിച്ചത് എൻ്റെ ഉള്ളിൽ സംഭവിച്ചിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ. അപ്പോൾ ഇതിലൊക്കെ വലിയ സത്യമുണ്ട്. ഇതിനെയൊക്കെ നമിച്ചുകൊണ്ടും ഇതിനെയൊക്കെ ബഹുമാനിച്ചുകൊണ്ടും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക്
ആധ്യാത്മികപരമായി ഉയരാൻ സാധിക്കും. പിന്നെ ശിവരാത്രിക്ക് സമയത്തിന് മാത്രം ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. 10 മണി തൊട്ട് 4 മണി വരെയാണ്. അപ്പം ശിവരാത്രിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ശക്തിക്രിയ ചെയ്യുന്നവരെ മാത്രമാണ് നമ്മളിതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പം അതിനുള്ള ക്രിയ ചെയ്തിട്ട് വരിക. അല്ല നമ്മൾ 1-2 ദിവസത്തിനകം ശിവരാത്രി പങ്കെടുക്കണം എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ല, ഊർജത്തെ സ്വീകരിക്കാൻ നിങ്ങളുടെ നട്ടലിനെ എപ്പോഴും ആ രീതിയിൽ തയ്യാറാക്കി വെക്കുക. എന്നാൽ മാത്രമേ ഫലമുണ്ടാവുകയുള്ളൂ. കുറേ ചോദ്യങ്ങളുണ്ട്, പിന്നൊരു വട്ടം അതിനുള്ള മറുപടി നൽകാം. നമസ്കാരം.